യാ എന്ന ഹർഫിന് ഫത്ഹോട് കൂടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ അറബിയിൽ ഒരു പ്രശ്നം ഉണ്ടാവും. യാ ചിലപ്പോൾ അത് എ ആവും. ഓ, അത്രമാത്രമൊക്കെ ആവുമെന്ന് ചോദിക്കും. ആവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുമ്പോൾ തന്നെ വലം യകുല്ലഹു എന്ന് പറഞ്ഞത് വലം യകുല്ലഹു. നിങ്ങൾ കുറെ ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, അപ്പൊ തന്നെ മനസ്സിലാവും. വലം യകുല്ലഹു, വലം യകുല്ലഹു, യകുല്ലഹു എന്തടോ എന്ന് ചോദിക്കുന്ന ഏണ്ടല്ല. വലം യകുല്ലഹു, വലം യകുല്ലഹു യ വച്ചിട്ട് തന്നെ വലം യകുല്ലഹു എന്ന് തന്നെ ആവണം. വലം യകുല്ലഹു. അതിന് തൊട്ട് മുമ്പുണ്ട് ലം എലിത്, ഒരു മെലിഞ്ഞ ലം എലിത്, മെലിത് അല്ലെങ്കിൽ ലം എലിത്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ ഓതുമ്പോൾ അക്ഷരങ്ങൾ വേണമെന്നേ. അക്ഷരങ്ങൾ മാറിയാൽ പോയില്ലേ കഥ. സൂറത്തുൽ ഫാത്തിഹയൊക്കെ ഓതുമ്പോൾ ഒരക്ഷരം മാറിയാൽ തന്നെ നിസ്കാരം അടക്കം ബാത്തിലാവൂലേ. 3 തവണ ഓതിയാൽ ഒരു ഖത്മ് ഓതിയ കൂലി കിട്ടുന്ന സൂറത്തല്ലേ. അതിന് വലം യകുല്ലഹു ലം എലിതൊക്കെ ഓതിയാൽ കിട്ടുമോ? കിട്ടൂല എന്ന് മാത്രമല്ലാന്നേ, ഖുർആൻ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. കൂലി കിട്ടൂല എന്നല്ലേ ഉസ്താദേ? അല്ല, കുറ്റം കിട്ടും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.